ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 11ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് 14 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഉള്ളത്. ഒന്നാമത്തെ താരം ജോൺ ഡുറാൻ ആണ്. ഈ ആസ്റ്റൺ വില്ല താരത്തെ അൽ നസർ സ്വന്തമാക്കിയ വിവരം ഇപ്പോൾ ഫാബ്രിസിയോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 77 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ തുകയായിക്കൊണ്ട് ആസ്റ്റൺ വില്ലക്ക് അൽ നസറിൽ നിന്നും ലഭിക്കുക. രണ്ടാമത്തേത് ഒരു പരിശീലകനാണ്. അതായത് സ്റ്റീവൻ ജെറാർഡ് ഇതുവരെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിനെയായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് യുവതാരമായ സാവി സിമൺസുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ PSG താരമായ ഇദ്ദേഹത്തെ RB ലീപ്സിഗ് ഇപ്പോൾ പെർമനന്റ് ട്രാൻസ്ഫറിൽ സ്വന്തമാക്കുകയാണ്. ആകെ 81 മില്യൺ യൂറോയാണ് ഈ ഒരു ട്രാൻസ്ഫറിൽ ഇപ്പോൾ PSG ലഭിക്കുക. നാലാമത്തെ താരം മത്യാസ് ടെല്ലാണ്. ബയൺ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ 7ഓളം താരങ്ങൾ രംഗത്തുണ്ട്. അതിൽ ആസ്റ്റൺ വില്ലയും അതുപോലെ തന്നെ ആഴ്സണലും വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അഞ്ചാമത്തെ താരം ആസ്റ്റൺ വില്ലയുടെ ഒല്ലി വാറ്റ്കിൻസ് ആണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ആഴ്സണൽ ഒരു ശ്രമം നടത്തിയിരുന്നു, ഒരു ഓഫർ നൽകിയിരുന്നു. പക്ഷെ അത് ആസ്റ്റൺ വില്ല നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആറാമത്തെ താരം വിക്ടർ ബോണിഫൈസ് ആണ്. ബയർ ലെവർക്യൂസന്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി അൽ നസർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ജോൺ ഡുറാനെ ലഭിച്ചതോടുകൂടി അവർ ഇപ്പോൾ ഇതിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ അറിയിച്ചിട്ടുണ്ട്. ഏഴാമത്തേത് മറ്റൊരു പരിശീലകനാണ്. ജോർഹെ സാമ്പോളി എന്ന അർജന്റീൻ പരിശീലകൻ ഇതുവരെ ഫ്രഞ്ച് ക്ലബ്ബായ റന്നസിനെയായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത്. എന്നാൽ അവർ ജോർഹെ സാമ്പോളിയെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. എട്ടാമത്തേത് ജോർദാൻ ഹെൻഡേഴ്സണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിൽ ഡച്ച് ക്ലബ്ബായ അയാക്സിന് വേണ്ടിയാണ് ഹെൻഡേഴ്സൺ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ അത് അയാക്സ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒൻപതാമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡ് ആണ്. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം നിലവിൽ ബാഴ്സയിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. പകരം അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഗലാറ്റസറെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പത്താമത്തെ താരം റാസ്മസ് ഹോയ്ലുണ്ടാണ്. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാപ്പോളി, യുവന്റസ് എന്നിങ്ങനെയുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 11ാമത്തെ താരം വിക്ടർ ഒസിമൻ ആണ്. നാപ്പോളി താരമായ ഇദ്ദേഹം നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ ക്ലബ്ബ് നടത്തിയിരുന്നു. 65 മില്യൺ യൂറോയായിരുന്നു ഗലാറ്റസറെ നാപ്പോളിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ നാപ്പോളി അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 12ാമത്തെ താരം അൻസു ഫാറ്റിയാണ്. ഡച്ച് ക്ലബ്ബായ അയാക്സ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫാറ്റി ബാഴ്സ വിടുമോ എന്നുള്ളത് വ്യക്തമല്ല. ഫാറ്റി ബാഴ്സ വിട്ടാൽ മാർക്കസ് റാഷ്ഫോർഡ് അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി 13ാമത്തെ താരം ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയാണ്. ഗംഭീര പ്രകടനമാണ് റോഡ്രിഗോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ താരത്തെ സ്വന്തമാക്കാൻ PSG അടുത്ത സമ്മറിൽ വലിയ ശ്രമങ്ങൾ നടത്തും. മാത്രമല്ല അൽ ഹിലാലും ഈ താരത്തിന് വേണ്ടി ശ്രമിക്കും. നെയ്മർ ജൂനിയർക്ക് പകരമായിക്കൊണ്ട് അൽ ഹിലാൽ റോഡ്രിഗോയെ പരിഗണിക്കുന്നുണ്ട്. കൂടാതെ റാഫീഞ്ഞ, മുഹമ്മദ് സല എന്നിവരെയും അൽ ഹിലാൽ പരിഗണിക്കുന്നുണ്ട്. 14ാമത്തെ താരം റോഡ്രിഗോ ഡി പോളാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ അർജന്റീൻ താരത്തിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ് കഴിഞ്ഞ ദിവസം ഒരു ശ്രമം നടത്തിയിരുന്നു. 25 മില്യൺ യൂറോയായിരുന്നു താരത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് അത് നിരസിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഡി പോളിനെ നിലവിൽ കൈവിടാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.